നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ബീഹാറിൽ വലിയ നേട്ടമുണ്ടാക്കിയ ദിവസമാണ് NDAക്ക് ഇന്ന്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കാൻ BJP ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബീഹാറിൽ NDAയുടെ തേരോട്ടം. 206 സീറ്റ് നേടി അധികാരത്തിലേക്ക്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP, തകർന്നടിഞ്ഞ് മഹാസഖ്യം. RJD 24 സീറ്റിൽ ഒതുങ്ങി. ഒറ്റക്കത്തിലൊതുങ്ങി കോൺഗ്രസ്. തകർന്നടിഞ്ഞ് RJD കോട്ടകൾ. പിടിച്ചു നിന്ന് തേജസ്വി യാദവ്. കരുത്തുകാട്ടി ചിരാഗ് പാസ്വാൻ. പച്ച തൊടാതെ പ്രശാന്ത് കിഷോർ. NDA ക്യാമ്പുകളിൽ വൻ ആഹ്ലാദം. പ്രധാനമന്ത്രി 8 മണിക്ക് BJP ആസ്ഥാനത്തേക്ക്. AICC മൂകം. കനത്ത തോൽവിയിൽ SIR-നെ പഴിച്ച് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജനങ്ങളും തമ്മിൽ നടന്ന മത്സരമെന്ന പ്രതികരണം. ബീഹാറിൽ നായകൻ നിതീഷ് കുമാർ തന്നെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP അവകാശവാദം ഉന്നയിച്ചേക്കില്ല. 10ാം തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ്. വിജയ വഴിവെട്ടിയത് ബീഹാറിലെ സ്ത്രീ വോട്ടർമാർ. 10,000 രൂപ വീതം അക്കൗണ്ടിലെത്തിച്ച ക്ഷേമ പദ്ധതി നേട്ടമാക്കി NDA. കനത്ത തോൽവിയിൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്തി ശശി തരൂർ. പരാജയം പ്രചരണത്തിൽ പങ്കാളികളായവർ വിശദീകരിക്കണം. പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. തരൂർ തലമറന്ന് എണ്ണ തേക്കുന്നുവെന്ന് MM ഹസൻ. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇടപെടാതെ ഹൈക്കോടതി. സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാരിന് നിർദ്ദേശം. ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു. ഫരീദാബാദ് മൊഡ്യൂൾ പദ്ധതിയിട്ടത് വൻ സ്ഫോടന പരമ്പര. 32 വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങൾക്കായി സ്വരൂപിച്ചത് 20 ലക്ഷം രൂപ. മുഖ്യ കണ്ണിയെന്ന് സംശയിക്കുന്ന മറ്റൊരു ഡോക്ടർ ഉത്തർപ്രദേശിൽ പിടിയിൽ. ഉമർ നബിയുടെ പുൽവാമയിലെ വീട് തകർത്ത സുരക്ഷാ സേന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഉടനില്ല. ചൊവ്വാഴ്ച വരെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. A. പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും. കൊൽക്കത്ത ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞ് ദക്ഷിണാഫ്രിക്ക. സന്ദർശകർ 159 റൺസിന് പുറത്ത്. ബുംറയുടെ 5 വിക്കറ്റ് നേട്ടം 27 റൺസ് മാത്രം വഴങ്ങി. ഇന്ത്യ 1 വിക്കറ്റിന് 37 റൺസ് എന്ന നിലയിൽ. ബീഹാറിൽ NDAയുടെ പടയോട്ടം. ബീഹാറിൽ തകർന്നടിഞ്ഞ മഹാസഖ്യം. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് കോൺഗ്രസിനും RJDക്കും ബീഹാറിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. 208 സീറ്റിൽ NDA മുന്നേറ്റം തുടരുകയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി JDU-നെയും BJP ഞെട്ടിച്ചു. 92 സീറ്റിൽ BJP ജയമുറപ്പിച്ചു. മഹാസഖ്യം 31 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ്. കോൺഗ്രസ് 3 സീറ്റിലേക്ക് കൂപ്പുകുത്തി. ബീഹാറിൽ സമ്പൂർണമായ NDAയുടെ തേരോട്ടം എന്ന് തന്നെ പറയാം. പാടെ തകർന്നടിഞ്ഞു പോയിരിക്കുന്നു മഹാസഖ്യം. RJDയും കോൺഗ്രസും CPI-MLും CPIM-ഉം CPI-യും VIP-യും എല്ലാം ചേരുന്ന ഈ മഹാസഖ്യം പാടെ അടിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2020-ലെയും 2015-ലെയും തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഭരണം ലഭിച്ചില്ല എങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നത് RJD ആയിരുന്നു. RJD കഴിഞ്ഞ തവണ 75 സീറ്റുകളോളം നേടിയതാണ്. ആ RJD അടക്കം തകർന്നു പോയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ 19 സീറ്റുകളുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ കേവലം 4 സീറ്റുകളിൽ
എമ്മിൽ മാത്രം ലീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വല്ലാതെ താഴെ പോയിരിക്കുന്നു. 12 സീറ്റുകൾ ഉണ്ടായിരിക്കുന്ന CPI-ML അവിടെ നിന്ന് 3 സീറ്റുകളിലേക്ക് താഴെ വീണിരിക്കുന്നു. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ ഉണ്ടായിരുന്ന RJD ഇത്തവണ കേവലം 25 സീറ്റുകളിലേക്ക് 50 സീറ്റ് കുറഞ്ഞ 25 സീറ്റുകളിലേക്ക് വീണിരിക്കുന്നു. നമുക്ക് മാജിക് വാളിൻ്റെ സഹായത്തോടു കൂടി ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി ഒരിക്കൽ പരിശോധിക്കാം. 243 അംഗ ബീഹാർ നിയമസഭയിൽ 204 സ്ഥലത്ത് ഇപ്പോൾ NDA ആണ് ലീഡ് ചെയ്യുന്നത്. അവസാന ഫലം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇനി സാധ്യതയില്ല. 83 സീറ്റുകളാണ് കഴിഞ്ഞ തവണത്തേക്കാൾ അധികം നേടുന്നത് എന്നത് ആലോചിക്കണം. ഇത്ര വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 243-ൽ 204. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാഗഡ്ബന്ധൻ, കോൺഗ്രസ്, RJD, തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധന് 34 ഇടത്തു മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 80 സീറ്റുകൾ കുറവ്. കഴിഞ്ഞ തവണ 125 സീറ്റുകളായിരുന്നു NDAക്ക് ഉണ്ടായിരുന്നെങ്കിൽ മഹാഗഡ്ബന്ധന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 115 സീറ്റുകളാണ്. അവിടെ നിന്നാണ് 34ലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് 5 സീറ്റ് എന്നുള്ളതാണ്. ജൻ സുരാജ് പാർട്ടി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ ജൻ സുരാജ് പാർട്ടി 243-ൽ 238 മണ്ഡലങ്ങളിലും മത്സരിച്ച് അവിടെ ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞാൽ 10 സീറ്റ് അല്ലെങ്കിൽ 150-ന് മേലേക്ക് എന്നൊക്കെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമൊക്കെയായ പ്രശാന്ത് കിഷോർ അവകാശപ്പെട്ടതാണ്. പ്രശാന്ത് കിഷോറിൻ്റെ ഇത്ര കാലമുള്ള പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി പോലും ഇല്ലാതെയാവുന്ന തരത്തിലേക്ക് സംപൂജ്യരായി മടങ്ങുന്ന അവസ്ഥയിലാണ് ഈ ജൻ സുരാജ് പാർട്ടി ഉള്ളത്. സദ്ഭരണത്തിനും ലഭിച്ച അംഗീകാരമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബീഹാർ വികസനത്തിന് NDA കാണിച്ച പ്രതിബദ്ധതയ്ക്കുള്ള സമ്മാനമാണ് ജനങ്ങൾ നൽകിയതെന്നും അമിത്ഷാ പറഞ്ഞു. ചരിത്ര വിജയത്തിന് ബീഹാറിലെ ജനതയ്ക്ക് നന്ദിയുണ്ടെന്ന് LJP നേതാവ് ചിരാഗ് പസ്വാൻ. വികസനം ശക്തമായി മുന്നോട്ട് പോകണമെന്ന സന്ദേശമാണ് ബീഹാർ നൽകിയത്. മോദിയും നിതീഷ് കുമാറും ബീഹാറിനെ വികസന പാതയിലൂടെ മുന്നോട്ട് നയിക്കുമെന്നും ചിരാഗ് പസ്വാൻ പ്രതികരിച്ചു. बिहार की जनता को, बिहार की महान जनता को विशेष धन्यवाद और बधाई देता हूं कि जिस तरीके से एक ऐतिहासिक फैसला बिहार की जनता ने NDA को एक प्रचंड जीत देकर अगले 5 साल बिहार को विकास की राह पर गति देने की सोच के साथ ये फैसला लिया है। मैं ये मानता हूं और मैंने हमेशा कहा है कि बिहार और बिहारियों में वो बुद्धि है, वो क्षमता है कि सही समय पर सही फैसला लेते हैं। ये एक लंबे समय के बाद बिहार में डबल इंजन की सरकार को मजबूती देने का एक ऐसा लम्हा आया जहां एक तरफ मेरे प्रधानमंत्री नरेंद्र मोदी जी की सोच तो वहीं मुख्यमंत्री नीतीश कुमार जी के अनुभव का गठजोड़ अगले 5 साल मजबूती से बिहार को विकास की राह पर आगे लेकर जाने का काम करेगा। ऐसे में बिहार की जनता ने एक मजबूत ऐतिहासिक फैसला लेते हुए जो विश्वास इस डबल इंजन की सरकार हमारे NDA के गठबंधन पर जताने का काम किया है, मुझे लगता है कि इस एक जवाब ने कई सवालों के ऊपर पूर्ण विराम लगाने का काम किया। जो लोग मुख्यमंत्री नीतीश कुमार जी की स्वास्थ्य को लेकर सवाल उठाते थे, സ്ത്രീ വോട്ടുകൾ തന്നെയാണ് നിർണായകമായത് എന്ന് വികാസ്ശീൽ ഇൻസാൽ പാർട്ടി നേതാവ് മുകേഷ് സാഹ്നി. മഹാസഖ്യം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. വോട്ട് ആർക്കെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. BJPയെയും നിതീഷ് കുമാറിനെയും അഭിനന്ദിക്കുന്നുവെന്നും മുകേഷ് സാഹ്നി പറഞ്ഞു. देखना है कि जो मोदी जी वादा किए, नीतीश कुमार वादा किए हैं, खास करके हमारी माता बहन जो है उनसे 10,000 रुपया उनको दिया गया। बीच चुनाव में 1.5 करोड़ माता बहन को, और उनको बताया गया कि 10,000 रुपया आप अभी लीजिए और 1,90,000 रुपया हमारी सरकार बनने के बाद हम देंगे। तो हमारे राज्य के माता बहन निश्चित तौर पे गरीबी में जिंदगी जी रहे हैं और उनको लगा कि 1,90,000 रुपया और आएंगे तो हमको हमारे बहुत सारे काम निकल जाएंगे, बहुत सारे चीजें दूर हो जाएंगे। तो उस नाते उनको वोट कर दिए। चुनाव में हार और जीत होता ये हमको पहले से पता था। सरकार देश के पहला ऐसा पॉलिटिकल पार्टी नहीं है या पहला ऐसा महागठबंधन नहीं कि हार हुआ, इससे बड़ी बड़ी हार देश में हुआ है। तो लेकिन इस तरीके से जनता खास करके हम लोगों से दूर हो जाए ये हमने उम्मीद नहीं किया था। लेकिन उसके बावजूद भी
इस पे हम लोग मंथन करेंगे और ये 10,000 रुपया जो हम लोगों को गांव में जाके अपने लोगों को, गरीब समाज को, लोगों को समझाते रहे हैं कि भाई अपना वोट जो है ना पैसे के दम पर बेचो मत, क्योंकि गांव में दबंग लोग, पैसे वाले लोग, ऊंची जाति के लोग पहले ऐसा करते थे कि रात को 2 बजे जाते थे, रात के अंधेरे में पैसा बांट देते थे, सुबह में वोट ले लेते थे और विधायक और अपनी सरकार बना लेते थे। തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവും ബീഹാറിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനുമായിട്ടുള്ള അശോക് ഗെഹ്ലോട്ട് സ്ത്രീകൾക്ക് 10,000 രൂപ നൽകുന്ന ക്ഷേമ പദ്ധതി തെരഞ്ഞെടുപ്പ് കാലത്തും തുടരാൻ അനുവദിച്ച് കമ്മീഷൻ കാഴ്ചക്കാരായി നോക്കി നിന്നെന്ന് ഗെഹ്ലോട്ട് ആരോപിച്ചു. अंदाजी अच्छी न्यूज आ रही है। राजस्थान में माहौल बन चुका था पहले से ही। उम्मीद करते हैं कि शाम तक बहुत अच्छी मार्जिन से कांग्रेस जीतेगी। सर आप सीनियर रख सकते हैं बिहार, वहाँ कोई न्यूज नहीं आ रही। बिहार के परिणाम जो है निराशाजनक है, इसमें कोई दो राय नहीं, क्योंकि जिस प्रकार का माहौल हमने देखा, एक तो जो महिलाओं को 10,000 रुपये दिए गए, ബീഹാറിലെ ജനങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാർ തുടരണമെന്ന് വിധിയെഴുതിയെന്ന കേന്ദ്രമന്ത്രി ജിതിൻ റാം മംചിയുടെ പ്രതികരണം. बिहार में और गया में खास करके कॉरिडोर का मामला आया हो, चाहे विष्णुपद कॉरिडोर हो या विष्णुपद या भगवान बुद्ध का कॉरिडोर हो या फिर इंडस्ट्रियल कॉरिडोर हो, फिर इंडस्ट्रियल पार्क का मामला है, ये सारी बातें ऐसी आई जिससे समझ में आया जनता को कि इनसे बढ़िया कोई नहीं कर सकता। और दूसरी तरफ भ्रामक बातें कह करके, उलूल जुलूल बात कह करके, जो व्यवहारिक नहीं था, विश्वसनीय नहीं था, तेजस्वी जी वगैरह लोगों ने लोगों को बरगलाना चाहा, भ्रम में डालना चाहा, तो पार्लियामेंट के चुनाव में कुछ भ्रम में लोग पड़ गए थे। लेकिन इस बार एकदम दिमाग में बात थी कि भ्रम में नहीं पड़ना है, इन लोग सिर्फ बोलते हैं, इन लोग का कुछ बखत नहीं है। और इसी के आधार पर जितना हम लोग सोचते नहीं थे उससे ज़्यादा प्रतिशत में उन लोगों ने वोट दिया और रिजल्ट आपके सामने है. ബീഹാറിലെ കനത്ത പരാജയത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ. പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പരിശോധിക്കണം. തന്നെ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ല. പ്രചരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ കാരണങ്ങൾ വിശദീകരിക്കുമെന്നും തരൂർ. I'm sure that the party has a responsibility to study in detail the causes. But remember, we were not the senior partner in the alliance, and that RJD also has to look carefully at its own performance. But I will say that on a matter like this, it's very important that we look at the totality of our performance. You know, elections are about a number of factors. There is, of course, the popular mood. There is the question of organizational strengths and weaknesses. There is the question of the messaging. A lot of issues which will have to be looked at and to see what went right, what went wrong. ശശി തരൂരിനെതിരെ എം ഹസൻ, തരൂർ തലമറന്ന് എണ്ണ തേക്കുകയാണ്. രാജ്യത്തിനും ഒരു സമൂഹത്തിനും വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പൊടിക്കാത്ത വ്യക്തിയാണ് ശശി തരൂർ. വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നുകൊണ്ടാണ് നെഹ്റു കുടുംബത്തെ തരൂർ അവഹേളിച്ചത്. മിനിമം മര്യാദ ഉണ്ടായിരുന്നുവെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് വേണം അങ്ങനെ പറയേണ്ടിയിരുന്നതെന്നും എം ഹസൻ പറഞ്ഞു. ബീഹാറിലെ എൻഡിഎയുടെ വിജയം കേരളത്തിന് മാതൃകയാണെന്ന് കെ സുരേന്ദ്രൻ. ജംഗിൾ രാജിനെതിരായിട്ടുള്ള നിലപാട് കേരളത്തിലും കൊള്ളക്കാരുടെ ഭരണം വേണ്ട എന്നുള്ള സന്ദേശം നൽകണം. കോൺഗ്രസിനെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ചുമക്കണോ എന്ന് ചിന്തിക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ബീഹാറിലെ എൻഡിഎയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ്. അവിടെ ജംഗിൾ രാജിനെതിരായിട്ട് അത്തരം ശക്തികൾ ഇനി വേണ്ട എന്നുള്ള ഒരു ഉറച്ച നിലപാടാണ് വോട്ടർമാർ സ്വീകരിച്ചത്. കേരളത്തിലും ഈ കൊള്ളക്കാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. അതുകൊണ്ട് മറ്റ് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള കോൺഗ്രസ് അടക്കമുള്ള മറ്റ് കക്ഷികൾ ആലോചിക്കണം, ഈ വിഴുപ്പ് ഭാണ്ഡം പേറുന്നത് കേരളത്തിൽ എത്രമാത്രം അവർക്ക് സഹായകരമാവുമെന്നുള്ള ചോദ്യം കൂടി ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഉയർത്തുന്നുണ്ട്.
തികച്ചും ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിയും അവരുടെ കമ്പനിയും. ഒരിടവേള. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി. ഫരീദാബാദിലെ ഡോക്ടർ മൊഡ്യൂൾ പദ്ധതിയിട്ടത് 32 വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ സ്ഫോടന പരമ്പരയ്ക്കാണ്. ഇതിനുവേണ്ടി 20 ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നു എന്ന ഇന്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തി. സംഘത്തിലെ മറ്റൊരു കണ്ണിന്ന് സംശയിക്കുന്ന ഡോക്ടർ ഫറൂഖ് അഹമ്മദിനെ ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർമാർക്ക് അമോണിയം നൈട്രേറ്റ് ലൈസൻസ് ഇല്ലാതെ വിറ്റ ഹരിയാന സ്വദേശി ദിനേശ് സിൻഹയും അറസ്റ്റിലായി. ഇതിനിടെ മുഖ്യ കണ്ണി ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ സേന തകർത്തു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ ചേരുന്നുണ്ട്. അജയ്, വലിയൊരു പരമ്പരയ്ക്ക് തന്നെ, സ്ഫോടന പരമ്പരയ്ക്ക് തന്നെയാണ് ലക്ഷ്യം എന്നുള്ളതാണല്ലോ ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. എന്തൊക്കെയാണ് ഈ അന്വേഷണത്തിലെ കൂടുതൽ കാര്യങ്ങൾ? ഒപ്പം ജമ്മു കാശ്മീരിൽ നിന്നുള്ള അപ്ഡേറ്റ് കൂടി. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢനീക്കം തന്നെ ഈ ഡോക്ടർമാർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. മൊത്തം 32 വാഹനങ്ങളിൽ സ്ഫോടന പരമ്പര തന്നെ ഇവർ ആസൂത്രണം ചെയ്തിട്ടുള്ളതായിട്ടാണ് അന്വേഷണ സംഘം ഏറ്റവും പുതുതായിട്ട് വ്യക്തമാക്കുന്ന വിവരം. ഇവർ മൊത്തം 6 സ്ഥലങ്ങളിൽ ഈ ബാബരി മസ്ജിദ് തകർത്ത ദിവസമായിട്ടുള്ള ഡിസംബർ 6-ാം തീയതി മൊത്തം 6 സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഒരു സ്ഫോടന പരമ്പര തന്നെയാണ് ഇവർ ആസൂത്രണം ചെയ്തതെന്നാണ് വിവരം. ഇതിനായി 32 വാഹനങ്ങളും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇപ്പോൾ കുറച്ച് വാഹനങ്ങളെ പറ്റിയിട്ടുള്ള സൂചനകൾ മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് ലഭിച്ചത് ഇപ്പോൾ സ്ഫോടനത്തിൽ തകർന്ന i20 വാഹനം തന്നെയാണ്. അത് സ്ഫോടനത്തിൽ നശിച്ചതാണ്. പിന്നെ ഒന്ന് ഒരു റെഡ് ഫോർഡ് എക്കോസ്പോർട്ട് വാഹനമാണ്. അത് ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ വാഹനമാണ്. മറ്റൊരു വാഹനം കൂടി ഇന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മാരുതി ബ്രസയാണ്. അത് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ്. ഈ ഒരു വാഹനം, ഈ 3 വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മറ്റ് ചില വാഹനങ്ങൾ കൂടി, ഒരു സ്വിഫ്റ്റ് ഡിസയർ വാഹനം ഇവർ വാങ്ങിച്ചിരുന്നതായിട്ട് സൂചനയുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് വാഹനങ്ങൾ ഇവർ ഈ 20 ലക്ഷം അനധികൃതമായിട്ട് ഇവർ സംഘടിപ്പിച്ച 20 ലക്ഷം കൊണ്ട് വാങ്ങിച്ച ഈ വാഹനങ്ങൾ, മറ്റ് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലിന് വേണ്ടി കാർ ഡീലർമാർ, അതുപോലെ തന്നെ മറ്റ് ഇടനിലക്കാർ, ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 600 പേരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഒരു സൂചന. ISISുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടന, ഒരു പുതിയ തീവ്രവാദ സംഘടന, പ്രത്യേകിച്ച് ഈ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർ, ഇവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ISIയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പുതിയ തീവ്രവാദ സംഘടന ഇന്ത്യയിൽ രൂപപ്പെടുത്താനായിട്ട് ഇവർ ആലോചിച്ചിരുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്ത് നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു സർവകക്ഷി യോഗം അത് ചേരാനായിട്ട് ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ആലോചനയുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു മൾട്ടി ഏജൻസി റിവ്യൂ ഈ സർവകക്ഷി യോഗത്തിൽ നടത്താനായിട്ട് ഇപ്പോൾ ആലോചനയുണ്ട്. അതായത് എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾ, ഇപ്പോൾ NIA, അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്, കശ്മീരി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു റിവ്യൂ മീറ്റിംഗ് എല്ലാ പാർട്ടികളുടെ മുമ്പിൽ വെച്ച് നടത്താനായിട്ട് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിലവിൽ ആലോചനയുണ്ട്. ഇതിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ അറിയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ അതൊക്കെ എല്ലാം ആലോചനയിലാണ്. ഇന്ന് ഒരു പുതിയ ഒരു ഡോക്ടർ കൂടി നിലവിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇയാൾ അവിടുത്തെ ഒരു പ്രൊഫസറാണ്. അതുപോലെ തന്നെ ഇന്നലെ ഒരാൾ മുഹമ്മദ് ആരിഫ് മിർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇന്നലത്തെ ദിവസം അറസ്റ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായ ഡോക്ടറിൻ്റെ പേരാണ് ഫറൂഖ് അഹമ്മദ് എന്ന് പറയുന്നത്. ഡോക്ടർ ഫറൂഖ് അഹമ്മദ്. ഇയാൾ GS മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്നലെ അറസ്റ്റിലായ ഈ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്നത് ഇയാൾ ഉത്തർപ്രദേശിലുള്ള ഈ ഡോക്ടർമാരുടെ തീവ്രവാദ സംഘടനയ്ക്ക് നേതൃത്വം നൽകി ഉത്തർപ്രദേശിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതാണ്. ഇയാൾ കാൺപൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇയാളെ
അറസ്റ്റ് ചെയ്തതായിട്ട് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് നിലവിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ ഒരു ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ ചീഫായിട്ടുള്ള തപൻ കുമാർ ദേഖ അത് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള അജിത് ഡോവലും അതുപോലെ തന്നെ യൂണിയൻ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ് മോഹനും പങ്കെടുത്ത ഒരു ഉന്നതതല യോഗം ഇന്ന് അമിത്ഷായുടെ വീട്ടിൽ ചേർന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ നീക്കങ്ങളാണ് നടത്തേണ്ടത്, ഏതൊക്കെ തലത്തിൽ ഇനി അന്വേഷണം അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോകണം, വലിയ തോതിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്ഫോടനത്തിൽ ഫരീദാബാദ് മൊഡ്യൂളിന്റെ നിർണായകമായിട്ടുള്ള ആസൂത്രണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ വഴി പുറത്തേക്ക് വരുന്നത്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇടപെടാതെ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകി. ഹർജിയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിക്കുകയും ചെയ്തു. ഹാൽ നിർമ്മാതാക്കൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം. സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള സെൻസർ ബോർഡ് തീരുമാനം അംഗീകരിച്ചില്ല. പ്രണാമത്തിലെ ധ്വജ മ്യൂട്ട് ചെയ്യണം. മതാടിസ്ഥാനത്തിലുള്ള വിവാഹത്തിന്റെ കണക്ക് പറയുന്ന ഭാഗവും മ്യൂട്ട് ചെയ്യണം. സിനിമയിൽ 2 മാറ്റങ്ങൾ വരുത്തിയ ശേഷം സെൻസർ ബോർഡിനെ സമീപിക്കാം. പരമാവധി 2 ആഴ്ചയ്ക്കകം സെൻസർ ബോർഡ് പ്രദർശനാനുമതിയിൽ തീരുമാനമെടുക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക്. ദേവസ്വം ബോർഡ് തീരുമാനം നടപ്പാക്കുക മാത്രമാണ് സെക്രട്ടറിയുടെ ചുമതലയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ചൊവ്വാഴ്ച വീണ്ടും അപേക്ഷ കോടതി പരിഗണിക്കും. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട SIT 4ാം പ്രതിയായി ചേർത്ത മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവായിരിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് ശാരീരിക അവശതകൾ ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീ സെക്രട്ടറി ആയിരുന്നു ദേവസ്വം ബോർഡിൽ. അതിനുശേഷം 2020 വിരമിക്കുന്ന 2020 മെയ് വരെ തിരുവാഭരണം കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മിനിറ്റ്സ് തിരുത്തി സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു, അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. SITയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജയശ്രീ 4ാം പ്രതിയായി ഈ കേസിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. അത് ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും എന്നുള്ള സാഹചര്യത്തിലാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നതുവരെ ജയശ്രീയെ അറസ്റ്റ് ചെയ്തതെന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധി. കോഴിക്കോട് നാദാപുരത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയുടെ കൂടിയായിരുന്ന സംഭവം 100ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് തമ്മിൽ തല്ലിയത്. നാദാപുരം പോലീസ് എത്തി ലാത്തി വീശിയാണ് വിദ്യാർത്ഥികളെ പിടിച്ചുവിട്ടത്. 3 വർഷം മുമ്പ് പേരോട് സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കുടിപ്പകയാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. മലപ്പുറം എടപ്പാൾ മാണൂരിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം നഷ്ടപ്പെട്ട് വളവിൽ മറിയുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. വാഹനത്തിലെ സിലിണ്ടറുകളിൽ ഗ്യാസ് ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് റഹ്മാനിയ സ്കൂളിന് മുമ്പിലെ നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് ഇടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സ്കൂൾ വിടുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അപകടം. മുക്കം കോഴിക്കോട് റൂട്ടിലോടുന്ന സാൻഡ്രോ എന്ന ബസ്സാണ് അമിത വേഗത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചത്. സ്വർണ്ണ വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,645, പവന് 93,160. 18 ക്യാരറ്റ് ഗ്രാമിന് 9,620, പവന് 76,960. വെള്ളി ഗ്രാമിന് 175 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. ഇനി നാട്ടിലോട്ട് കാണാം. അശ്വതി കേസ്.